പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ 2024 അധ്യയന വർഷം ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ DLED അഡ്മിഷൻ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട മാക്സിമം എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ നൽകാറുണ്ട്. DLED അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സംശയങ്ങൾ നമുക്ക് വരുന്നുണ്ട് കമന്റ് ബോക്സിലും അതോടൊപ്പം തന്നെ ഇൻസ്റ്റഗ്രാം പേജിലും. അപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്ന കോമൺ ആയിട്ടുള്ള ചില സംശയങ്ങൾക്കുള്ള മറുപടിയുമായാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏതായാലും എഡ്യൂക്കേഷൻ സംബന്ധമായ വാർത്തകൾ അപ്ഡേറ്റുകളൊക്കെ ലഭിക്കുന്നതാണ്. കൂടാതെ ജോലി സംബന്ധമായ അറിയിപ്പുകൾക്ക് വേണ്ടി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ നമുക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. ലിങ്ക് കമന്റ് ബോക്സിൽ ചേർക്കുന്നു. അതുകൂടി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ശ്രദ്ധിക്കുക, ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ അഡ്മിഷൻ നമുക്കറിയാം ജില്ലാ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ നടക്കുക. നമുക്ക് ആപ്ലിക്കേഷൻ കോമൺ ആയിട്ട് ഇൻവൈറ്റ് ചെയ്തു. ഇനി ഓരോ ജില്ലയും ജില്ലാ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് ഇന്റർവ്യൂ നടത്തിയാണ് അഡ്മിഷൻ നടക്കുന്നത്. നിലവിൽ പല ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റുകൾ വന്നു. ചില ജില്ലകൾ അപേക്ഷയുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. തുടർന്ന് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് ഇന്റർവ്യൂ ഷെഡ്യൂളും നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന മാക്സിമം അപ്ഡേറ്റ്സ് നമ്മൾ നൽകുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഓരോ ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റ് വരിക ഓരോ സമയത്തായിരിക്കും. നമുക്കറിയാം എല്ലാ ജില്ലകളുടെയും കോളേജുകളുടെ എണ്ണവും ആപ്ലിക്കൻസിന്റെ എണ്ണവും ഒന്നും ഒരുപോലെയല്ല. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ജില്ലയിലും ആ ഒരു സമയ വ്യത്യാസം ഉണ്ടാകും. പിന്നീട് നമുക്കറിയാവുന്ന പോലെ തന്നെ PSC ആണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സംവരണ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം എന്നതുകൊണ്ട് തന്നെ PSC ആണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. സോ റാങ്ക് ലിസ്റ്റ് റെഡി ആയി കഴിഞ്ഞാൽ അതാത് DD ഓഫീസിലെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇനി റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാനുള്ള മാർഗം, പല ജില്ലകൾക്ക് ബ്ലോഗ് അല്ലെങ്കിൽ വെബ്സൈറ്റുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വെബ്സൈറ്റിൽ നിന്നും റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാൻ സാധിക്കും. എന്നാൽ ചില ജില്ല അല്ലെങ്കിൽ ചില വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസുകൾ വെബ്സൈറ്റിൽ അങ്ങനെ ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യാറില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതായത് DD ഓഫീസ് നോട്ടീസ് ബോർഡിൽ ഈ റാങ്ക് ലിസ്റ്റ് കാണുവാനും പരിശോധിക്കുവാനും സാധിക്കും. ഇനി നമുക്ക് ലഭിക്കുന്ന എല്ലാ ജില്ലകളുടെയും അപ്ഡേറ്റ്സ് നമ്മൾ നൽകുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഏതെങ്കിലും ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് വന്നതായി അറിവ് ലഭിച്ചാൽ, ഇന്റർവ്യൂ ഷെഡ്യൂൾ വന്നതായി അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ താഴെ കമന്റ് ചെയ്യുക. അത് വീഡിയോ കാണുന്ന നിങ്ങളുടെ ബാക്കിയുള്ള DLED പഠിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. കാരണം എല്ലാ ജില്ലകളുടെയും വിവരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കൃത്യസമയത്ത് അറിയണമെന്ന് നിർബന്ധം ഇല്ല. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഒട്ടേറെ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് റാങ്ക് ലിസ്റ്റ് എങ്ങനെ അറിയാമെന്ന് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വെബ്സൈറ്റുകൾ ഉണ്ടെങ്കിൽ അവിടെ നോക്കാം. ഇനി അല്ല എങ്കിൽ അതായത് DD ഓഫീസ് നോട്ടീസ് ബോർഡിൽ ഉറപ്പായിട്ടും നമുക്ക് റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യും. സോ അവിടെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നതുകൊണ്ട് സീറ്റ് കിട്ടുമോ എന്ന് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. ഇതിനുള്ള ഉത്തരം, നമുക്ക് രണ്ട് രീതിയിലാണ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. ഷുവർ ലിസ്റ്റ് അതോടൊപ്പം തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ്. ഷുവർ ലിസ്റ്റ്, വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന രീതിയിലാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ആകെയുള്ള സീറ്റുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പറേഷൻ നടക്കുക. ഷുവർ ലിസ്റ്റിലാണ് ഉൾപ്പെട്ടതെങ്കിൽ നമുക്ക് അഡ്മിഷൻ ഏറെക്കുറെ ഉറപ്പാണ്. ഞാൻ ഏറെക്കുറെ ഉറപ്പാണ് എന്ന് പറയാൻ കാരണം, നമുക്ക് ഇന്റർവ്യൂ സമയത്ത് അല്ലെങ്കിൽ കൂടിക്കാഴ്ച സമയത്ത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. കൃത്യമായിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ക്ലിയർ ആണ്. ആപ്ലിക്കേഷനിൽ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ്, കൃത്യമാണ് എങ്കിൽ ഷുവർ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഇനി വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒട്ടേറെ പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നു, ഞങ്ങൾ ഇന്റർവ്യൂവിന് പോകേണ്ട കാര്യമുണ്ടോ, സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ ലിസ്റ്റിൽ ഉള്ളവർ ആബ്സെന്റ് ആവുകയാണ് എങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരെ പരിഗണിക്കും. അത് നേരെ വെറുതെ പരിഗണിക്കുകയല്ല. നമുക്കറിയാം റിസർവേഷൻ ഉണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ആ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ്, ആ ഒരു പ്രൊസീജിയർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വെയിറ്റിംഗ് ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കാറ്റഗറി ബേസ് ലിസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. സോ ആ രീതിയിൽ തന്നെ ആയിരിക്കും നമുക്ക് മെയിൻ ലിസ്റ്റിൽ ഷുവർ ലിസ്റ്റിൽ വേക്കൻസി വന്നു കഴിഞ്ഞാൽ അത് കറസ്പോണ്ടിങ് ആയിട്ട് ഒരാളെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഷുവർ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരണമെന്ന് നിർബന്ധമില്ല. ചിലരൊക്കെ പല കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്തവരുണ്ടാവാം, DLED കൂടി വെറുതെ അപ്ലൈ ചെയ്തു, ഇനി ഓൾറെഡി മറ്റു കോളേജുകളിൽ കിട്ടിയവരുണ്ടാകാം. അങ്ങനെ ഇന്റർവ്യൂവിന് വരാത്ത, അറ്റൻഡ് ചെയ്യാത്ത ഒട്ടേറെ പേരുണ്ട്. ഇനി ഇന്റർവ്യൂ വന്നെങ്കിലും സർട്ടിഫിക്കറ്റുകൾ കൃത്യമായിട്ട് കൊണ്ടുവരാൻ സാധിക്കാത്തത് കൊണ്ട് അഡ്മിഷൻ കിട്ടാതെ പോകുന്നവരുണ്ട്. അങ്ങനെ പല കാരണങ്ങളാൽ ഷുവർ ലിസ്റ്റിൽ ഉൾപ്പെട്ട കുറച്ച് പേരെങ്കിലും, എല്ലാവരും പോകുന്നല്ല, കുറച്ച് പേരെങ്കിലും ഷുവർ ലിസ്റ്റിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. സോ ഈ സാഹചര്യത്തിൽ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരെ നമ്മൾ കൺസിഡർ ചെയ്യും. നമ്മളല്ല DD ഓഫീസിൽ നിന്ന് കൺസിഡർ ചെയ്യും. അങ്ങനെ അവർക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ഉൾപ്പെട്ടതെങ്കിലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്ന സമയത്ത് ചില ജില്ലകൾ ഒരുമിച്ച് വരാൻ പറയുന്നുണ്ട്, ചില ജില്ലകൾ വെയിറ്റിംഗ് ലിസ്റ്റുകൾക്ക് ഒരു സമയം പർട്ടിക്കുലർ ആയിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിവേ അത് നിങ്ങളുടെ പർട്ടിക്കുലർ DD ഓഫീസിൽ നിന്ന് കിട്ടുന്ന ആ ഇൻസ്ട്രക്ഷൻ എന്താണോ അത്
ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. ഇനി നിങ്ങൾ പ്രൈവറ്റ് മൈനോറിറ്റി അല്ലെങ്കിൽ എയ്ഡ് മൈനോറിറ്റി സ്ഥാപനങ്ങളിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളവരാണ് എങ്കിൽ തീർച്ചയായും അതാത് DD ഓഫീസുകളിലല്ല ഇപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ അതാത് കോളേജുകളിൽ നേരിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് റാങ്ക് ലിസ്റ്റ് പ്രിപ്പറേഷൻ കഴിഞ്ഞോ ഇന്റർവ്യൂ ഷെഡ്യൂളോ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണമെന്ന് അറിയിക്കുന്നു. കാരണം എല്ലാവർക്കും മെമ്മോ വരണമെന്ന് നിർബന്ധമില്ല. മെമ്മോ അയക്കാറുണ്ട് പൊതുവെ, നമുക്ക് ചിലപ്പോൾ മെമ്മോ കിട്ടിയില്ലെന്ന് വരാം. എനിവേ അതുകൊണ്ട് നമ്മുടെ അഡ്മിഷന്റെ കാര്യമാണ് നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുക. കൃത്യമായിട്ട് നിങ്ങൾ എയ്ഡ് മൈനോറിറ്റി പ്രൈവറ്റ് മൈനോറിറ്റി സ്ഥാപനങ്ങളിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം DD ഓഫീസുകളിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിലൊക്കെയാണ് ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുന്നത്. അധികം താമസമൊന്നും വരാറില്ല. അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ കമന്റ് ബോക്സിൽ ഓരോ ജില്ലയുടെയും അപ്ഡേറ്റ്സ് ചോദിക്കുന്നുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു. നമുക്ക് എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് കിട്ടണം, കൃത്യസമയത്ത് കിട്ടണമെന്ന് നിർബന്ധമില്ല. മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട്, കിട്ടുന്ന വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എനിവേ അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ അപ്ഡേറ്റ് മാത്രം നോക്കിയിരിക്കരുത്. എല്ലാവരും അതാത് DD ഓഫീസുകളുമായി ബന്ധപ്പെട്ട് റാങ്ക് ലിസ്റ്റ് ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യണം എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. വെബ്സൈറ്റ് ഉള്ള DD ഓഫീസുകളാണ്, ആക്റ്റീവ് വെബ്സൈറ്റ് ഉള്ള DD ഓഫീസുകളാണ് എങ്കിൽ നിങ്ങൾ ആ വെബ്സൈറ്റ് അല്ലെങ്കിൽ ബ്ലോഗ് കൂടി ഫ്രീക്വന്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് പെട്ടെന്ന് വീഡിയോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ടൊക്കെ നമ്മൾ വിവരങ്ങൾ ഷെയർ ചെയ്ത് നൽകുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഇപ്പോഴും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. കൂടുതൽ എഡ്യൂക്കേഷണൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി.